ഹലോ എവരി വൺ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. അപ്പോൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് പരീക്ഷയുടെ ഒരു വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാം ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 16,305 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 22-ാം തീയതി മുതൽ ഫെബ്രുവരി 10-ാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ്. അപ്പോൾ ഇനി കൺഫർമേഷൻ കൊടുക്കാത്തവർ കൊടുക്കുക. അതുപോലെ തന്നെ കൊടുക്കാൻ വിട്ടുപോവാതെ കൃത്യമായി 10-ാം തീയതിക്കുള്ളിൽ കൊടുക്കുക. അതുപോലെ തന്നെ മാർച്ച് 27-ാം തീയതി മുതൽ നമുക്ക് എന്താണ് ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ്. 27-ാം തീയതി മാർച്ച് മുതൽ ഹോൾ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഏപ്രിൽ 12 വെള്ളിയാഴ്ചയാണ് നമ്മളോട് പരീക്ഷാ ഡേറ്റ് ഇതുവരെ പറഞ്ഞിരിക്കുന്ന ഒരു പരീക്ഷാ ഡേറ്റ് എന്ന് പറയുന്നത് PSC അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ 12-നാണ്. അപ്പോൾ വളരെ നല്ല അട്രാക്റ്റീവായൊരു സാലറി പാക്കേജാണ്. 26,500 മുതൽ 60,700 വരെയുള്ള ഒരു സാലറി പാക്കേജ്. 16,305 പേര് അപേക്ഷിച്ചിട്ടുള്ളൊരു പരീക്ഷയാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്നൊരു പരീക്ഷയാണ് ട്രേഡ്സ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, CCയിൽ എങ്ങനെയാണ് ട്രേഡ്സ്മാൻ പരീക്ഷയ്ക്ക് കുട്ടികളെ ഒരുക്കുന്നത്. പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. CCയിൽ പരീക്ഷ അല്ലെങ്കിൽ പഠനം നമുക്ക് CCയോട് കൂടെ ഓണാക്കാം. ഏപ്രിൽ 12 നടക്കുന്ന ഈ പരീക്ഷയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബാച്ചിൽ ചേരാൻ താല്പര്യമുള്ളവർ ഈ 8089200474 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത്, ആക്ച്വലി ഒരു കോഴ്സ് റണ്ണിങ് ആണ്. കുറേ കണ്ടൻറ്റുകൾ, ഞാൻ ഉൾപ്പെടെയുള്ള കുറേ പേർക്ക് എടുത്ത കുറേ കണ്ടൻറ്റുകളുണ്ട്. അതിന് പുറമെ നിങ്ങൾക്ക് പുതിയൊരു 60-day ടൈം ടേബിൾ അല്ലെങ്കിൽ പുതിയൊരു ബാച്ചായിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം പഠനം. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ, അതായത് ഈ നമ്മുടെ പോളിടെക്നിക്ക്, അതുപോലെ BTech കോളേജുകൾ, അതുപോലെ VHSC, അതിലൊക്കെ വരുന്നൊരു പോസ്റ്റാണ് ഈ ട്രേഡ്സ്മാൻ എന്ന് പറയുന്നൊരു പോസ്റ്റ്. ആക്ച്വലി ഒരു ലാബ് അസിസ്റ്റൻറ്റിൻ്റെ സ്വഭാവം തന്നെയാണ് ഈ ട്രേഡ്സ്മാൻ ഉണ്ടാവുക. പക്ഷെ നല്ലൊരു സാലറി പാക്കേജാണ് നൽകുന്നത്. ഓക്കെ, ആ ലാബ് അസിസ്റ്റൻറ്റിന് കുറച്ച് ഉയർന്ന നല്ല രീതിയിലുള്ള സാലറി പാക്കേജ്, ലാബ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനത്തെയൊക്കെയാണ് ഈ ജോലിയുടെ ഒരു സ്വഭാവം. ഒരുപാട് ട്രേഡ്സ്മാൻ പോസ്റ്റുകൾ ഇപ്പോൾ നിലവിൽ PSC വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറേ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അന്നേരം 427/2023 എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് പരീക്ഷ നമുക്കൊരു വിളി വന്നത്. 100 മാർക്കാണ് അല്ലേ പരീക്ഷയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. എന്താണ്, 100 മാർക്കിലാണ് പരീക്ഷ PSC നടത്തുന്നത്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ്, ഇംഗ്ലീഷിലാണ് ചോദ്യപേപ്പർ. നിങ്ങൾ ഇതിനകം കുറേ കണ്ടൻറ്റുകളൊക്കെ പഠിച്ചവർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രീവിയസ് ഇയറിൽ നോക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൽ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ്, ഇംഗ്ലീഷിലാണ് പരീക്ഷ. പിന്നെ നമുക്കറിയാം PSC 1 hour 30 minutes എക്സാമാണ് PSC നടത്തുന്നത്. 100 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത്. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളൊരു പരീക്ഷയാണ് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് പരീക്ഷ. ഞാൻ പറഞ്ഞു, വളരെ അട്രാക്റ്റീവായൊരു സാലറി പാക്കേജ്. 26,500 മുതൽ 60,700 വരെയാണ് സാലറി പാക്കേജ്. ഈവൻ തോ ഒരു ലാബ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ജോലിയിലേക്കാണ്, വലിയൊരു നമ്മൾ ടെൻഷൻ മേഖലയിലേക്കൊന്നും വരുന്നില്ല. നല്ലപോലെ വർക്കൊക്കെ ചെയ്യാവുന്ന, നല്ല താല്പര്യത്തിൽ നമുക്ക് വർക്ക് ചെയ്യാവുന്ന ഒരാൾക്ക് ഒരു ലാബ് മെയിൻറ്റെയിൻസ് അത് മാത്രമാണ് വരുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ്. പരീക്ഷ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു കണ്ടൻറ്റ് വൈസ് അല്ലേ. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ സിലബസ് നോക്കിയിട്ടുള്ളവർക്ക് മനസ്സിലായി ഉണ്ടാവും. ഏകദേശം 10 മൊഡ്യൂളുണ്ട്. നല്ലൊരു കണ്ടൻറ്റ് വൈസ് കാര്യങ്ങളുണ്ട്. 10 മൊഡ്യൂളിൽ ഏകദേശം നല്ലപോലെ പഠിക്കാനുണ്ട് കണ്ടൻറ്റുകൾ. അന്നേരം ഈ പഠിച്ച മാത്രം പോരാ അല്ലേ, നമുക്ക് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നേരിടണം. കുറേ കണ്ടൻറ്റുകൾ നമ്മൾ പഠിച്ചു, അതിൽ ഒരു വിധം കണ്ടൻറ്റുകൾ പഠിക്കണം. എന്നിരുന്നാൽ പോലും എന്താണ്, ചോദ്യങ്ങളെ നമുക്ക് നേരിട്ടുള്ള ഒരു പരിചയം വരണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഫെബ്രുവരി 4, 5, 6 തീയതികളിൽ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച ഒരുവിധം എത്തിയവരും അല്ല, ഇനി നമ്മുടെ ഒരു നിലവാരം എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടും, ഇനി കൂടുതൽ പഠിക്കാനും ഒരുപക്ഷെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏത് നിലവാരത്തിലാണ് നിൽക്കുന്നത് എന്ന കാര്യം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ താല്പര്യത്തോടു കൂടി ഈ ഒരു മോക്ക് ടെസ്റ്റിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഫെബ്രുവരി 4, 5, 6 തീയതികളിലാണ് നമുക്ക് ആ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആവുക. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് PSC നമ്മുടെ മെയിൻ എക്സാമിന് മുന്നേ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു മോക്ക് ടെസ്റ്റ് കിട്ടുക പറഞ്ഞാൽ അത് നല്ല ഇതായിട്ട് യൂസ് ചെയ്യുക എല്ലാവരും. ഓക്കെ,
അപ്പം നമ്മുടെ ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ ഒരു 60-day ടൈം ടേബിൾ, അതായത് ഏതൊരു പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോഴും നമുക്കൊരു ഐഡിയ വേണം അല്ലേ, ഒരു ചിട്ടയായ ഒരു രീതി ഉണ്ടെങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് അതിനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കണ്ടന്റ് വൈസ് നമ്മൾ ഒരുപാട് എവിടെ നിന്നൊക്കെയോ പഠിച്ചു, എന്തൊക്കെയോ മറന്നുപോയി, അങ്ങനെ കാര്യമില്ല. നമുക്ക് ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സ്റ്റഡി എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 മൊഡ്യൂൾസാണ് ഉള്ളത്. നോക്കൂ, ഫസ്റ്റ് മൊഡ്യൂൾ നോക്കൂ, ഓരോ മൊഡ്യൂളും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്കുമാണ് ഞാൻ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. ബേസിക്സ് ഓഫ് AC, അതുപോലെ AC ആൻഡ് DC മെഷർമെൻറ്റ്സ്, ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസിന് 20 മാർക്കാണുള്ളത് മൊഡ്യൂൾ 1-ന്. പിന്നെയോ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് കമ്പോണൻസ്, അതിന് 22 മാർക്കുണ്ട്. അപ്പോൾ മൊഡ്യൂൾ 1-ഉം മൊഡ്യൂൾ 2-ഉം കൂടി ഏകദേശം 42 മാർക്ക് കൊണ്ടുപോയി അല്ലേ. പിന്നെ നോക്കൂ, മൊഡ്യൂൾ 3-ലോട്ട് വരുന്തോറും ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ് 8 മാർക്ക്, പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് 15 മാർക്ക്, പിന്നെ 5-ാമത്തെ മൊഡ്യൂള് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് എഗെയിൻ 5 മാർക്ക്. ദെൻ 6th മൊഡ്യൂൾ ഇലക്ട്രിക്കൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ആൻഡ് കൺട്രോൾ സർക്യൂട്ട്സ് 5 മാർക്ക്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് 10 മാർക്ക്, മൈക്രോ കൺട്രോളർ 8051 5 മാർക്ക്, പിന്നെ സെൻസേഴ്സ്, ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് 5 മാർക്ക്, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി സിസ്റ്റം, സോളാർ പവർ, അതുപോലെ UPS 10th മൊഡ്യൂളിൽ നിന്നും 5 മാർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മാർക്കിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആക്ച്വലി വൃത്തിയായി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയെ നേരിടാൻ. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഐഡിയ മനസ്സിലില്ലാത്ത ഒരാൾ നമുക്ക് താല്പര്യമുള്ള മേഖലകൾ മാത്രം പഠിച്ചു പോയാൽ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. സോ മൊഡ്യൂൾ 1-ഉം മൊഡ്യൂൾ 2-ഉം മൊഡ്യൂൾ 4, മൊഡ്യൂൾ 7 അതിനൊക്കെയുള്ള വെയിറ്റേജ് നോക്കൂ, 20, 22, 15, 10 മുതലായവയാണ്. നമുക്ക് അത് മാത്രം പഠിച്ചാൽ പോരാ, പക്ഷെ അത് പഠിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു മാർക്കിൻ്റെ റേഞ്ചിലോട്ട് എത്താൻ സാധിക്കും. ഓക്കെ ആണോ? സോ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു കണ്ടൻറ്റ് ഉണ്ട് പഠിക്കാൻ. എന്നിരുന്നാലും നമുക്ക് പോസിറ്റീവായിട്ടൊരു ഗുണമുള്ളത് എവിടെയാണെന്നറിയോ? ചോദ്യപേപ്പർ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ചോദ്യങ്ങൾ അത്യാവശ്യം, അതായത് ഒരു വാസ്റ്റ് സ്റ്റഡി കൊണ്ട് നമുക്ക് ചോദ്യങ്ങളെ നേരിടാൻ സാധിക്കും. എല്ലാ ഭാഗങ്ങളിലൂടെയും നിങ്ങൾ വായിച്ചു പോകണം. കാരണം ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വളരെ ഹൈ ലെവലിലുള്ള ചോദ്യത്തിലോട്ടൊന്നും പോകുന്നില്ല, പക്ഷേ വായിക്കാത്ത ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്കത് കൺഫ്യൂസിങ് ആയി പോകും. അപ്പോൾ ഒരു വാസ്റ്റ് സ്റ്റഡി, ഈച്ച് ആൻഡ് എവറി പോയിന്റ്, ഓരോ മുക്കും മൂലയും നമ്മൾ അരിച്ച് പെറുക്കി വായിക്കുന്ന ഒരാൾക്ക് പരീക്ഷ ഈസിയായി ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അതായത് നിലവാരം എന്താണ് ചോദ്യങ്ങളുടെ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഒരു 60-day ടൈം ടേബിളാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലേ. 60 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ഈ കണ്ടൻറ്റുകളെല്ലാം പഠിച്ച് എടുക്കാം. സോ ഐ ആം ഗോയിങ് ടു ദ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് 16-day ടൈം ടേബിൾ പാറ്റേൺ. ഡേ 1-ൽ മൊഡ്യൂൾ 1 നോക്കൂ, ബേസിക് ടേംസ്, ഇലക്ട്രിക് ചാർജസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒരു ഹയർ സെക്കൻഡറി ലെവലിലുള്ള ഒരാൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ. ഇലക്ട്രിക് ചാർജ് Q എന്താണ്, അയാൾ അളക്കുന്ന കൊളൂം എന്ന യൂണിറ്റാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരു കണ്ടക്ടറിന് 2 അഗ്രങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്. അതുപോലെ AC DC അല്ലേ, ഒരു AC സർക്യൂട്ടിന് ഒരു പോസിറ്റീവ് റീജിയനും ഒരു നെഗറ്റീവ് റീജിയനും ഉണ്ടായിരിക്കും. DC പക്ഷേ എങ്ങനെയാണ്, ഒരു നേർരേഖയിലുള്ള ഒരാളെയാണ് DC എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീക്വൻസി എന്താ, ടൈം പീരീഡ് എന്താ. ഫ്രീക്വൻസിയും ടൈം പീരീഡും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്, F = 1/T ആണ് അല്ലേ. ഇങ്ങനത്തെ ബേസിക് ആയ കാര്യങ്ങളാണ് നമ്മൾ 1-ാമത്തെ ദിവസം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2-ാമത്തെ ദിവസം നോക്കൂ, RMS വാല്യൂ എന്താണ്, പീക്ക് വാല്യൂ, ഇൻസ്റ്റാൻറ്റീനിയസ് വാല്യൂ, അതുപോലെ സിംഗിൾ ഫേസ് 3 ഫേസ് സപ്ലൈ എന്താണ്. നോക്കൂ, വളരെ സുപരിചിതമായതും എന്നാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയുമെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുമായിട്ടുള്ള ഇൻസുലേറ്റർ, കണ്ടക്ടർ, സെമി കണ്ടക്ടർ അല്ലേ. ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ആസ് ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, അവരുടെ പ്രോപ്പർട്ടീസ് എന്താണ്, അവരുടെ ബാൻഡ് ഗ്യാപ്പ് ഒക്കെ എങ്ങനെയാണ് അല്ലേ. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡേ 2-ൽ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡേ 3-ലോട്ട് വരുമ്പോഴോ മൊഡ്യൂൾ 1-ൽ തന്നെ നമ്മൾ നിൽക്കുന്നു. ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മീറ്റേഴ്സ്, MC and MI meters, range extension,
അതുപോലെ നീഡ് ഓഫ് കാലിബ്രേഷൻ, മൾട്ടിമീറ്റർ ആൻഡ് യൂസ് ഓഫ് മീറ്റേഴ്സ് ഇൻ ദ ഡിഫറെൻറ്റ് സർക്യൂട്ട്സ്, യൂസ് ഓഫ് CRO LCR മീറ്റർ. ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഡേ 3 അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഡേ 4 നമ്മൾ മൊഡ്യൂൾ 1 തന്നെയാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ്, പിന്നെ ഓംസ് ലോ, കിർച്ചോഫ്സ് ലോ, റെസിസ്റ്റേഴ്സ്, ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ്, their construction and specific use, കളർ കോഡിംഗ്, പവർ റേറ്റിംഗ് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഡേ 4 ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ വളരെ പ്രിലിമിനറി ആയിട്ടുള്ള അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. അതായത് V ഈസ് പ്രപ്പോർഷണൽ ടു I. ഇൻ ഓർഡർ ടു റിമൂവ് ദ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വി ആർ ഇൻട്രൊഡ്യൂസിങ് എ കോൺസ്റ്റന്റ് നെയിംഡ് ആസ് R, which is known as resistance, അല്ലേ, where R is equal to rho into L by A, and resistance is depending on the length of the conductor as well as the area of cross section. അല്ലേ, അതിൽ റോ എന്ന് പറയുന്ന ആൾ റോ ഈസ് റെസിസ്റ്റിവിറ്റി, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദ മെറ്റീരിയൽ വിത്ത് വിച്ച് ദ കണ്ടക്ടർ ഈസ് മെയ്ഡ്. സോ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഓംസ് ലോ എന്താണ്, അതുപോലെ കിർച്ചോഫ് ലോ നമുക്കറിയാം, കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോയും ഉണ്ട്, സെക്കൻഡ് ലോയും ഉണ്ട്, അല്ലേ, കിർച്ചോഫിൻ്റെ വോൾട്ടേജ് ലോയും ഉണ്ട്, കറണ്ട് ലോയും ഉണ്ട്. ആ കിർച്ചോഫ് ലോ എന്തൊക്കെയാണ്, പിന്നെ റെസിസ്റ്റേഴ്സുകൾ എന്തൊക്കെ, കളർ കോഡ് അനുസരിച്ച് നമ്മൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ട്, കളർ കോഡ് അനുസരിച്ച് നമ്മൾ ഓരോ ഹാർട്ട്ലി ഓസിലേറ്റർ, അതുപോലെ ഓരോ ടൈപ്പ് ഓസിലേറ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, ട്രാൻസിസ്റ്ററുമായി റിലേറ്റഡ് സർക്യൂട്ട്സ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഓരോ റെസിസ്റ്റേഴ്സ് അവിടെ നിന്ന് എടുക്കും, അല്ലേ. അതെങ്ങനെ എടുക്കുക, 1K എന്താണ്, 2K എന്താണ്, കളർ കോഡ് അനുസരിച്ചിട്ട് നമ്മൾ അതിനെ ചൂസ് ചെയ്യുക. സോ എങ്ങനെയാണ് കളർ കോഡിങ് അനുസരിച്ചിട്ട് റെസിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഡേ 4 നമ്മൾ ഡീൽ ചെയ്യാൻ ആലോചിക്കുന്ന, അനലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നോക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ദെൻ ഡേ 5 again we are in module 1 because module 1 is a big module having more marks. അതായത് 22ഓളം മാർക്ക് module 1 എന്ന് വരുന്നുണ്ട്. സോ ഈക്വൽ റെസിസ്റ്റൻസ് നമുക്കറിയാം, റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, അല്ലേ, പിന്നെ അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് നമ്മൾ ഡേ 5 അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഡേ 5 ടൈപ്സ് ഓഫ് ഇൻഡക്ടേഴ്സ്, ആപ്ലിക്കേഷൻസ് ആൻഡ് എനർജി സ്റ്റോറേജ്, സെൽഫ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ, സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ആൻഡ് ക്യൂ ഫാക്ടർ. വാട്ട് ഈസ് ദ ക്യൂ ഫാക്ടർ, അതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഡേ 6 മൊഡ്യൂൾ 1 എന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ഡേ 6 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേ 7 എക്സാം ആണ്, അല്ലേ. ഞാൻ പറഞ്ഞു, ഈച്ച് ആൻഡ് എവറി കണ്ടന്റ് വി ഹാവ് ടു ഗീവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ഫോർ ദ കണ്ടന്റ് ആസ് വെൽ ആസ് ഫോർ ദ MCQs. അതായത് കണ്ടന്റ് വൈസും നമ്മൾ പഠിക്കണം, അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യണം, ഫ്രീക്വൻറ്റ് സോൾവിങ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എക്സാം അത്യാവശ്യമാണ്. ഒരു എക്സാമിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്താ അടുത്തുള്ള ആൾക്ക് എത്ര മാർക്ക് ഉണ്ട്. കാരണം നമ്മളൊരു കോമ്പറ്റീഷൻ തന്നെയാണ് ഒരു PSC പരീക്ഷയ്ക്ക് ഉദ്ദേശിക്കുന്നത്, അല്ലേ. അന്നേരം അടുത്തുള്ള ആൾക്ക് മാർക്ക് എത്രയാണെന്ന് അറിയണമെങ്കിൽ നമുക്കൊരു എക്സാം ആവശ്യമാണ്. ആ എക്സാമിൽ നമ്മുടെ നിലവാരം അറിഞ്ഞാലാണ് നമ്മൾ ഇനി എത്രത്തോളം ഉയരണം എന്നുള്ള കാര്യം നമുക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കുള്ളൂ. ഓക്കെ ആണോ? സോ ഡേ 7 എക്സാം ആണ്. ഡേ 8 നോക്കൂ. Again we are in module 1. Module 1 capacitance and capacitive reactance. നമ്മൾ കപ്പാസിറ്റൻസിൻ്റെ സീരീസ് കോമ്പിനേഷൻ, നമുക്ക് റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് കോമ്പിനേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കപ്പാസിറ്റേഴ്സിൻ്റെ സീരീസ് കോമ്പിനേഷൻ, അതുപോലെ പാരലൽ കോമ്പിനേഷൻ. കപ്പാസിറ്റൻസ് എന്താണ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്താണ്, അതുപോലെ തന്നെ ഇംപീഡൻസസ്, ദെൻ ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ്, അല്ലേ, സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. നമുക്കറിയാം കപ്പാസിറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ, C=ε0 A/D എന്ന ഇക്വേഷൻ. അതുപോലെ തന്നെ കപ്പാസിറ്റേഴ്സ് സീരീസായി കണക്ട് ചെയ്യുമ്പോൾ, പാരലായി കണക്ട് ചെയ്യുമ്പോൾ ഒക്കെ എങ്ങനെ മാറ്റങ്ങൾ വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതെല്ലാമാണ് ഡേ 8 നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഡേ 9 നോക്കൂ. Capacitor behavior with AC and DC, concept of time constant of a RC circuit, concept of resonance and its application in RC, RL and RLC series and parallel circuit. And coming to day 10, we are planning working principle of a transformer, construction, specifications and types of cores used, step up, step down transformers. We know transformers in the wide classification on in the step up transformer, അതുപോലെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. ഡയോഡൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണല്ലേ, PN ജംഗ്ഷൻ ഡയോഡ്. ആ ഡയോഡിൻ്റെ പ്രധാനപ്പെട്ട പ്രോസസ്സ് എന്താണ്, റെക്ടിഫിക്കേഷൻ ആണ്. ആ റെക്ടിഫിക്കേഷനിൽ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും കണ്ടിട്ടുണ്ട്. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി ഒരു 40%,
ഫുൾ വേവിൻ്റെ ഒരു 80%. ആ സർക്യൂട്ട് ഡയഗ്രം നമ്മൾ നോക്കി കണ്ടതാണ്. അതിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ഏതാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ ലോസസ് ഇൻ ട്രാൻസ്ഫോമർ, ഇത്രയും കാര്യങ്ങളാണ് ഡേ 10 നമ്മൾ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അഗെയിൻ വി ആർ ഇൻ മൊഡ്യൂൾ 1 ബിക്കോസ് മൊഡ്യൂൾ 1 ക്യാരീസ് മോർ മാർക്ക് ഇൻ ദ ഷെഡ്യൂൾ. സോ ഫേസ് ആംഗിൾ, ഫേസ് റിലേഷൻ, ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ, പവർ ഫാക്ടർ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഡേ 11 ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, again coming into day 12, then we are in module 2. It also carries about 20 marks. ഡയോഡുകൾ എന്താണ് അല്ലേ, നമ്മൾ ഏകദേശം നല്ലൊരു കാലം മുതലേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. ഡയോഡുകൾ എന്താണ്, ട്രാൻസ്ഫോമറുകൾ എന്താണ്, ഒരു ഡയോഡിൽ എത്ര ജംഗ്ഷൻ ഉണ്ട്, ട്രാൻസ്ഫോമർ കണ്ടുപിടിച്ച ബാർഡീൻ ആരാണ്, ഈ ഫിസിക്സിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇലക്ട്രോണിക്സ് മേഖലയിൽ തന്നെ ഇലക്ട്രോണിക്സും ഫിസിക്സും കൂടി കൂട്ടിയെടുത്താൽ തന്നെ രണ്ടിലും കൂടി നമുക്കൊരു കോൺട്രിബ്യൂഷൻ, 2 തവണ നൊബേൽ പ്രൈസ് കിട്ടിയ ഒരാളാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ച ബാർഡീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡയോഡുകൾ, ട്രാൻസിസ്റ്ററുകൾ എന്താ, ഇവർക്ക് എത്ര ജംഗ്ഷൻ ഉണ്ട്, ട്രാൻസിസ്റ്റർ ആണെങ്കിൽ PNP ട്രാൻസിസ്റ്റർ ഉണ്ട്, NPN ട്രാൻസിസ്റ്റർ ഉണ്ട്, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഡയോഡുകൾ, PN ജംഗ്ഷൻ, ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബൈസിങ് ഓഫ് ഡയോഡ്സ്, ദേ ആർ വെരി കോമൺ ടോപ്പിക്. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡയോഡ് സ്പെസിഫിക്കേഷൻ, ഫോർവേഡ് കറൻറ്റ് ആൻഡ് റിവേഴ്സ് വോൾട്ടേജ്, പാക്കിംഗ് സ്റ്റൈൽസ് ഓഫ് ഡയോഡ്സ്, ഇതൊക്കെയാണ് ഡേ 12 നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഡേ 13 വരുമ്പോഴോ അഗെയിൻ വി ആർ ഇൻ മൊഡ്യൂൾ 2, ഡിഫറെൻറ്റ് ഡയോഡ്സ് ബിക്കോസ് LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നൊക്കെ പറയുന്നത് വെറക്ടർ ഡയോഡ് കമ്മിങ് ഇൻ ടു ദാറ്റ് പോയിന്റ്, റെക്ടിഫയേഴ്സ്, ഫിൽറ്റേഴ്സ് ആൻഡ് ദെയർ റോൾസ് ഇൻ റെഡ്യൂസിങ് റിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സെനർ ഡയോഡ്, റിവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ സെനർ ഡയോഡ് എന്ന് പറയുന്നത്. വെറക്ടർ ഡയോഡ് എന്താണ്, സ്പെസിഫിക്കേഷൻസ്, ആപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഡേ 13 നോക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് കറക്റ്റായൊരു ടൈം ടേബിളിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു 60 ഡേയ്സിലെ ഈ ഒരു എക്സാം കൃത്യമായി പഠിച്ചു പോകാവുന്ന കാര്യമുള്ളൂ. ആൻഡ് കമ്മിങ് ഇൻ ടു ഡേ 14, ഇറ്റ് ഈസ് ദ എക്സാം ഡേ. ഡേ 14 നമ്മുടെ എക്സാമാണ്. ഓക്കെ, ഈ കണ്ടന്റിൽ നിന്ന് നമ്മളൊരു എക്സാം നടത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ആ എക്സാമിൽ നമുക്ക് അറിയാൻ പറ്റും ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുവോ ഇല്ലയോ, നമുക്ക് ഇനിയും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഈ എക്സാം നടത്തുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. Coming into day 15, it is in module 2 again, transistor construction, working of a PNP NPN transistor, we already told it. Then E, B and C terminal, emitter, base and collector. പിന്നെ ട്രാൻസിസ്റ്ററുമായിട്ട് വളരെയധികം കോമൺ ആയ ടേമാണ് ആൽഫ, ബീറ്റ ആൻഡ് റിലേഷൻസ് അല്ലേ. ആൽഫ എന്താ, ബീറ്റ എന്താ, അവർ നമ്മൾ റിലേഷൻസ് എന്താന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. Coming into day 16, again we are in module 2, that is power electronic components. What do you mean by FET? Field effect transistor. What do you mean by JFET? Junction field effect transistor. And whether they are current controlled or voltage controlled devices. Differences between bipolar junction transistor BJT, and what is the purpose of gate, drain and source terminals, and voltage current relations between them, and the impedances between the various terminals. We are in day 16. കാരണം ഇമ്പോർട്ടൻ്റ് ആയ ഒരു റീജിയനാണ് ഫെറ്റ്. എന്താണ്, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഫെറ്റിൽ നിന്നും JFETൽ നിന്നും അവരുടെ ഡ്രെയിൻ സോഴ്സ് ടെർമിനലിനെ കുറിച്ചിട്ടും എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, we are in day 17, working of different power electronic components like SCR, then triac, diac and UJT, uni junction transistor. So ഇതും ഇമ്പോർട്ടൻ്റ് ആയ ഒരു റീജിയനാണ്. MCQs ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്നും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, coming into day 18, we are in module 2 region, MOSFET, power MOSFET and IGBT, their types, characteristics, switching speed, power ratings and protection, differentiate between FET. What is the difference between FET and MOSFET? Again we are in day 19, so we come to the module 3. Module 3 is all about amplifiers, transistor biasing circuits and stabilization techniques, classification of amplifiers according to frequency, mode of operation and methods of coupling. And coming into day 20, we are in module 3, voltage amplifiers, voltage gain, loading effect, single stage CE amplifier, CC amplifier, emitter follower circuit and its advantages. So we are in module 3, day 21, and again we have an exam in order to check നമ്മൾ ഏതൊക്കെ പഠിച്ചു, എന്തൊക്കെ ഇനി നമുക്ക് പഠിക്കാനുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ 21st day again there is a exam day. Okay, coming into the day 22, module 3, RC coupled amplifier, distinguish between voltage and power amplifier,
feedback and their circuits. Day 23, again we are in module 3 and we are looking about oscillators. Introduction to positive feedback and requests of an oscillator. What are the studies of? നമ്മൾ ലാബൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ചെയ്യുന്നതാണ്. കോൾപിറ്റ്സ് ഓസിലേറ്റർ എന്താണ്, ഹാർട്ട്ലി ഓസിലേറ്റർ എന്താണ്, ക്രിസ്റ്റൽ ഓസിലേറ്റർ, RC ഓസിലേറ്റേഴ്സ് ഒക്കെ, ടൈപ്സ് ഓഫ് മൾട്ടി വൈബ്രേറ്റേഴ്സ് ആൻഡ് സ്റ്റഡി ഓഫ് സർക്യൂട്ട് ഡയഗ്രംസ്. ഓക്കെ, again we are in day 24, the most important topic of the syllabus എന്ന് വേണമെങ്കിൽ പറയാം. OPAMP, ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് എന്താണ്, ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സിൻ്റെ ഇൻവേർട്ടിംഗ് ആയിട്ടുള്ള ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്താണ്, നോൺ ഇൻവേർട്ടിംഗ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്താണ്, ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ എങ്ങനെ ഒരു സമ്മിങ് ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു, അയാൾ എങ്ങനെ ഒരു ഷിമിട്രിക്കൽ അല്ലെങ്കിൽ കമ്പറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു, അയാൾ എങ്ങനെ ഒരു ഡിഫറൻഷ്യേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു, എന്താണ് ഒരു ഇൻ്റഗ്രേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഓപാമ്പിൻ്റെ സ്വഭാവം, അയാളുടെ സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയ ഒരു റീജിയൻ ആണ്. ഗെയ്ക്വാഡ് സാറിൻ്റെ ബുക്കിൽ വളരെ മനോഹരമായി ഓപാമ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ബുക്ക് നോക്കിയാൽ മതി. ഓക്കെ, വളരെ പ്രിലിമിനറി ആയി പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് റിലൈ ചെയ്യാവുന്ന ഒരു ബുക്കാണ് ഗെയ്ക്വാഡ് എന്നൊരു ബുക്ക്. ഓപാമ്പിനെ കുറിച്ച് സകല കാര്യങ്ങളും വൃത്തിയായി കൊടുത്തിട്ടുണ്ട്, പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. So day 25 we are in module 3, wave shaping circuits. What do you mean by clippers and clampers? Okay, so we are in day 25. Coming into the next day, day 26, we are now in module 4. Logic gates endana. Otherwise, difference between analog and digital signals, logic families and their comparison, logic levels of TTL and CMOS, etc. So, and day 27, we are in module 4 again. We are dealing with what are number systems, decimal, binary, octal and hexadecimal number system, BCD code, and what is ASCII code and code conversion, and various logical gates. We know AND gate, OR gate, അല്ലേ, അതുപോലെ തന്നെ നോട്ട് ഗേറ്റ്, പിന്നെ നോർ ഗേറ്റ്, എക്സോൺ ഗേറ്റ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ട്രൂത്ത് ടേബിൾസ്. Again we are in the exam day, that is day 28. Okay. Coming into day 29, we are again in module 4, that is combinational logic circuits. What is a half adder? നമ്മൾ പറഞ്ഞു half adder, full adder, parallel binary adders, 2-bit and 4-bit full adders, and magnitude comparators. Again we are in day 13 in module 4, half adder, full adder ICs and their applications for implementing arithmetic operations, concept of encoder and decoder, basic binary decoder and 4-bit binary decoder, need for multiplexing of data, etc. is dealing in the day 30. So coming into day 31, module 4, introduction to flip-flop. What do you mean by flip-flop? An SR latch, gated SR latch, D-latch, flip-flop, basic RC flip-flop, പിന്നെ ഫ്ലിപ്പ്-ഫ്ലോപ്പുകളെ കുറിച്ച് JK ഫ്ലിപ്പ്-ഫ്ലോപ്പ്, ഇതെല്ലാമാണ് നമ്മൾ ഡേ 31 ഡീൽ ചെയ്യുന്നത്. ഡേ 32 നോക്കൂ, counters, shift registers, basics of counters, basics of register types and applications of registers in day 32. In day 33, it is basic blocks of a computer, components of desktop and motherboard, hardware, different types of printers, HDD, DVD and various ports in a computer. Again, we are in the exam day, that is day 34. And coming into day 35, module 5, concept of word processing, MS Word, menu bar, standard toolbar, editing, formatting, printing of document, etc. Going into the next day, day 36, it's all about how Excel is working, worksheet, basics, data entry and formula, moving data in worksheet using toolbars and menu bars, formatting and calculations of printing worksheets, creating multiple worksheets. നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും ഒരുപാടൊക്കെ, എന്നിരുന്നാലും we have to look on that. And coming into day 37, it's about computer networking, network features, then network media, network topologies, protocols, etc. is dealing in the day 37. Coming into day 38, and we are finishing the module 5 in day 38, that is specification and standards, types of cables, UTP, STP, coaxial cables, network components, etc. So till now we have finished the module 5. And moving on to module 6, day 39, what you say fuse. What is necessity of fuse? What is fuse? What I mean by fuse ratings,
types of fuses and fuse bases. And moving on to module 6 and day 40, that is fundamentals of single phase induction motors and what is synchronous speed, slip, rotor frequency, etc. And again day 41 is the exam day. We will be having an exam and it will be checking what is the level of each person writing the exam. And moving on to the day 42, now we are in the module 7 il nammal etti nikkana radio wave propagation, principal fading, need for modulation, types of modulation and demodulation. നമുക്ക് അറിയാം modulation എന്താണ് അല്ലേ, types of modulations എന്തൊക്കെയാണ്. Coming into day 43, it's all again module 7, fundamentals of antenna, various parameters, types of antennas and application, introduction to AM amplitude modulation, FM frequency modulation and PM phase modulation. Okay. So we are in day 43. Coming into day 44, module 7, what is SSBSC and DSBSC, FM generation and detection, digital modulation and demodulation technique, sampling, quantization and encoding. We are now in day 45. Again, we are in module 7. Concepts of multiplexing and demultiplexing of AM, FM, PAM, PPM and PWM signals. And in the day 46, we are dealing with module 7, fiber optic communication. We know total internal reflection is the main principle behind the ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ. ഈ ഫൈബർ ഒപ്റ്റിക്സിൽ നമുക്കറിയാം ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു റീജിയനാണ് ഈ ഫൈബർ ഒപ്റ്റിക്സ്. സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരാളാണ് അല്ലേ, അയാളുടെ സെൻട്രൽ പോർഷനെ കോർ എന്ന് പറയുന്നു, N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു ഭാഗമാണ്. പിന്നെ പുറത്തുള്ള ഭാഗത്തിനെ ക്ലാഡിംഗ് എന്ന് പറയുന്നു, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണെന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ ന്യൂമറിക്കൽ അപ്പർച്ചറും സൈൻ ഓഫ് ദ ആംഗിളൊക്കെ ഡീൽ ചെയ്തിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫൈബർ ഒപ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കാവുന്ന കാര്യമാണ്. അതിൽ നമുക്ക് വേറെ അറിയാവുന്ന കാര്യങ്ങളാണ് എന്താണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, എന്താണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ അല്ലേ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈബേഴ്സിൽ വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ നോക്കൂ, ഇൻട്രൊഡക്ഷൻ ടു ഒപ്റ്റിക്കൽ ഫൈബർ, ഒപ്റ്റിക്കൽ കണക്ഷൻ ആൻഡ് വേരിയസ് ടൈപ്സ് ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ്, ഇറ്റ്സ് അഡ്വാൻറ്റേജസ്, പ്രോപ്പർട്ടീസ് ഓഫ് ഒപ്റ്റിക് ഫൈബർ, testing, losses, types of fiber optic cables and specification. Again we are in day 47. So we are dealing with in the day 47 we are moving on to module 8, introduction to microprocessor and 8051 microcontroller and its architecture, pin detail and the bus systems we have to deal in the day 47. Again day 48 is our exam day. We have to check what is our position in the exam. ഇനി നോക്കൂ, ഡേ 48 കഴിഞ്ഞാൽ നമ്മൾ ഡേ 48 module 8 function of different ICs used in the microcontroller kit, differentiate microcontroller with the microprocessor. And in day 49 module 8, that is interfacing of memory to the microcontroller, internal hardware resources of microcontroller. And day 50 is module 8, the input or output port pin configuration, different variant 8051 and their resources. And coming into day 51, we are moving on to the module 9, basics of passive and active transducer, then role, selection and characteristics, sensor voltage and current formats is dealing in the day 51. Day 52, we are in module 9 itself. What do you mean by thermistors? What are thermocouples? And basic principle, salient features, operating range, composition, advantages and disadvantages of the thermocouples. Okay, these are the topics dealing in the day 52. And coming into day 53, that is we are in module 9, what is strain gauge, load cell, principle, gauge factor, types of strain gauges. These are discussing in the day 53. Day 54, SMPS, switch mode power supplies and their working principles, various types of chopper circuits. It is dealing in the day 54. And again in day 55, we are in module 10 itself, that is we are dealing the topic inverter, principle of operation, power rating, change over period, etc. And in the day 56, that is module 10 itself, what is UPS, concept and uninterrupted power supply, then types of UPS, offline UPS, online UPS, then line interactive UPS and their composition, UPS specifications, etc.
ആൻഡ് ഇപ്പോൾ നെക്സ്റ്റ് ഡേ ഈസ് ഡേ 57, ഇറ്റ് ഈസ് എൻ എക്സാം ഡേ. എക്സാം ഡേയിൽ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുന്നു നമ്മളുടെ പൊസിഷൻ എവിടെയാണ് ഈ ഒരു ലിസ്റ്റിൽ വരാൻ പോകുന്നത്. Day 58, we are in module 10, solar power, need for renewable energy resources and solar energy as renewable resources, materials used for solar cell. അല്ലേ, നമുക്കറിയാം സോളാർ സെല്ല്, ഒരു സിംഗിൾ സോളാർ സെല്ലിനൊന്നും ഒരുപാട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. നമ്മൾ നമ്മുടെ വീടുകളിലെ പുറത്തൊക്കെ ഇരിക്കുന്നത് കാണാം, കുറേ ആൾക്കാരില്ലേ സീരീസ് ആയിട്ടും പാരലായിട്ടും ഒരുപാട് പേര് നിരത്തി വെച്ചിരിക്കുന്നു. അങ്ങനത്തെ ഒരു സെറ്റപ്പിന് മാത്രമാണ് നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള പവറൊക്കെ തരാൻ സാധിക്കുള്ളൂ അല്ലേ. Then Day 59, principles of conversion of solar light into electricity, basics of photovoltaic cell, and what is module, panel and arrays. അതൊക്കെയാണ് നമ്മൾ ഡേ 59 നോക്കാൻ പോകുന്നത്. ആൻഡ് ഡേ 60, factors that influence the output of a PV module. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 10 മൊഡ്യൂള് നമ്മൾ ഏകദേശം ഒരു 60 ഡേ ടൈം ടേബിളിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് എക്സാമുകളുണ്ട്, എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചത് ഇങ്ങനെ പഠിച്ചാൽ മതിയോ, അതോ ലിസ്റ്റിൽ ഒരു ഏറ്റവും താഴെ കിടക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പഠിച്ചാൽ മതിയോ, ഏറ്റവും ഉയരത്തിൽ കിടക്കുന്ന ആൾ കുഴപ്പമില്ല, നമ്മുടെ പഠനം ഇങ്ങനെ തന്നെയാണ് പോകേണ്ടത്, വി ആർ ഇൻ ദ റൈറ്റ് പാത്ത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അസിസ്റ്റൻസ് സി നല്ലപോലെ തരും. കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങളെ എന്തായാലും സിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ ലിസ്റ്റിൽ വരുന്നതായിരിക്കും. കാരണം ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകാനും കൃത്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി അതിനെ നമുക്ക് വീണ്ടും അതിനെ എന്താ പറയുക റെക്ടിഫൈ ചെയ്യാനും, നമ്മൾ ഡയോഡ് ചെയ്യുന്ന പോലെ തന്നെ റെക്ടിഫൈ ചെയ്യാനും അതിന് സാധിക്കുമെന്ന് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ 60 ഡേ ടൈം ടേബിൾ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഇത്രയും കാര്യങ്ങളാണ്. കാരണം 10 മൊഡ്യൂൾസ് ഉണ്ട്. ഏകദേശം നല്ല ഞാൻ പറഞ്ഞ പോലത്തെ ഒരു കണ്ടൻറ്റ് ഉണ്ട്, പക്ഷേ ഒരു വാസ്റ്റ് എല്ലാതും നമ്മൾ പഠിച്ചു പോകേണ്ട ഒരു കാര്യം ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഇൻഡിവിജ്വൽസ് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നത് അറിയില്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം, അതായത് ഒരു ആവറേജ് പഠിച്ച ഒരാൾക്ക് ചെയ്യാവുന്ന, പക്ഷെ പഠിക്കാത്ത ഒരാൾക്ക് ഈവൻ തോ ഇറ്റ് വിൽ ബി കൺഫ്യൂസിങ്, ബട്ട് പഠിച്ചൊരാൾക്ക് അത്യാവശ്യം നല്ലപോലെ ആൻസർ ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് പരീക്ഷയുടെ മുൻകാലത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കൂ. പിന്നെ അതുപോലെ MCQs ഒരുപാട് സോൾവ് ചെയ്ത് നോക്കൂ. നമുക്ക് എന്തായാലും ആ ഒരു ലെവലിലോട്ട് എത്താൻ സാധിക്കും. അപ്പോൾ 1, 2, 3 ക്വസ്റ്റ്യൻസ്, അതായത് ഈ ഇലക്ട്രോണിക്സ് പരീക്ഷ ട്രേഡ്സ്മാൻ പരീക്ഷയിൽ മുൻകാലത്ത് വന്നതും അതുപോലെ ഈ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കൂ. ദ മാക്സിമം റേറ്റ് ദാറ്റ് an output of an operational amplifier can change, if it is CMRR, common mode rejection ratio. OP-amp എന്ന ഭാഗം നമ്മുടെ സിലബസിലുള്ള ഏതൊരു പരീക്ഷയ്ക്കും ഈ CMRR, സ്ലൂ റേറ്റ്, ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ പോവില്ല. സോ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, ഇഫ് ഇറ്റ് ഈസ് CMRR ഓർ സ്ലൂ റേറ്റ് ഓർ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഓർ നൺ ഓഫ് ദി അബവ്. ഏതാണ് കറക്റ്റായ ആൻസർ വരിക? ദ മാക്സിമം റേറ്റ് ദാറ്റ് ആൻ ഔട്ട്പുട്ട് ഓഫ് ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ക്യാൻ ചേഞ്ച് ഈസ് ആക്ച്വലി ദ ഓപ്ഷൻ 1, ദാറ്റ് ഈസ് CMRR. ഓപ്ഷൻ 1 അല്ല, ഓപ്ഷൻ 2, ദാറ്റ് ഈസ് സ്ലൂ റേറ്റ് ആണ് കറക്റ്റായ ആൻസർ. ദ മാക്സിമം റേറ്റ് ദാറ്റ് ആൻ ഔട്ട്പുട്ട് ഓഫ് ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ക്യാൻ ചേഞ്ച് ഈസ് ദ ഓപ്ഷൻ 2, ദാറ്റ് ഈസ് സ്ലൂ റേറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. CMRR ഈസ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ഓക്കെ, moving on to the next question. CMRR for an op-amp should always be as large as possible, close to unity, close to zero, as small as possible. CMRR of an op-amp should be always as large as possible. That is option 1 is the correct answer. And moving on to the next question. An oscillator circuit which is meant for converting sine wave signal into square wave. Look the question. സൈൻ വേവിനെ സ്ക്വയർ വേവ് ആക്കി മാറ്റാൻ പറ്റുന്ന ആ ഒരു നമ്മുടെ സർക്യൂട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് ഷിമെട്രിക് ഓർ ബ്ലോക്കിംഗ് ഓസിലേറ്റർ ഓർ മൾട്ടി വൈബ്രേറ്റർ ഓർ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. ദ കറക്റ്റ് ആൻസർ ഈസ് ഷിമെട്രിക്. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. Next, moving on to our next question. The common mode rejection ratio CMRR of an ideal op-amp is, if it is 0 or infinite or low or medium, and it is option 2, infinite. അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള ചോദ്യങ്ങളാണ്
നമ്മളോട് ചോദിക്കാൻ അപ്പോൾ ഓപ്പാമ്പിനെ കുറിച്ച് പഠിച്ചൊരു കുട്ടിക്ക് ഓപ്പാമ്പ് എന്താണ്, ഓപ്പാമ്പിൻ്റെ സ്ലൂ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, അയാളുടെ CMRR റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, അയാൾ എങ്ങനെയാണ് ഒരു ഇൻവേർട്ടിംഗ് ഓപ്പാമ്പ് എങ്ങനെ പ്രവർത്തിക്കുക, ഒരു നോൺ ഇൻവേർട്ടിംഗ് ഓപ്പാമ്പ് എങ്ങനെ പ്രവർത്തിക്കുക, ഒരു ഇൻ്റഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ ഫീഡ്ബാക്ക് കൊടുക്കുന്നത് റെസിസ്റ്ററിലൂടെയാണോ കപ്പാസിറ്ററിലൂടെയാണോ, ഒരു ഡിഫറൻഷ്യേറ്ററിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഈ വക കാര്യങ്ങൾ പഠിച്ചൊരു കുട്ടിക്ക് ഈ 4 ക്വസ്റ്റ്യനും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഈ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് പരീക്ഷയ്ക്ക് ആവശ്യം. അതായത് 10 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ പോലും ഈച്ച് ആൻഡ് എവറി മൊഡ്യൂൾ, ഒരു മൊഡ്യൂൾ പോലും നമ്മൾ കളയാതെ, എന്നിരുന്നാലും മൊഡ്യൂൾ 1നും മൊഡ്യൂൾ 2വിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് 20ഉം 22ഉം മാർക്കാണ് അതിന് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിന് ഒരു ലെവലൊക്കെ നമുക്ക് മനസ്സിലായി, അതിന് വേണ്ടി 1-2 ക്വസ്റ്റ്യൻസ് ഇട്ടത് ഈ ഒരു ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഈച്ച് ആൻഡ് എവറി ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യണം, വായിച്ച് പോയാൽ മാത്രമാണ് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ CMRR എന്നൊക്കെ പറയുന്നത് ഒരു ഓപ്പാമ്പ് പഠിച്ച ഒരാൾക്ക് എന്തായാലും അറിയുന്ന കാര്യമാണെങ്കിൽ പോലും ഐഡിയൽ ഓപ്പാമ്പിൽ അയാൾ എത്രയാണെന്ന് അറിയാതെ അയാൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു നിലവാരത്തിൽ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു എക്സാം, നോക്കൂ, ഒരു കോമൺ LDCയോ അതുപോലെ തന്നെ ഒരു ഇപ്പോൾ നമ്മുടെ ഒരു LP UP പരീക്ഷയോ ആ ഒരു ലെവലിലേക്കുള്ള അപ്ലിക്കൻസ് ഒന്നും വന്നിട്ടില്ല. 16,305 പേരുടെ ഒപ്പമാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അതിലാണ് നമ്മൾ ലിസ്റ്റിൽ വരേണ്ടത്. ഓക്കെ, വളരെ നല്ലൊരു ജോലിയാണ്. പ്രമോഷൻ സാധ്യതകളും പിന്നീട് ഇൻസ്ട്രക്ടറായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് പ്രമോഷൻസ് ഒക്കെ കിട്ടുന്നൊരു ജോലിയാണിത്. അപ്പോൾ ഏകദേശം നമ്മൾ നല്ലൊരു പ്രൈവറ്റ് സർവീസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു UGC ടീച്ചർ സ്കെയിലിലേക്ക് സാലറിയൊക്കെ ഉയരാവുന്നതുമായ ഒരു പോസ്റ്റാണിത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് പരീക്ഷയുടെ ഒരു 60-day ടൈം ടേബിൾ നമ്മൾ പ്രസൻറ്റ് ചെയ്തു. അതുമായി റിലേറ്റ് ചെയ്ത ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വെബിനാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അന്നേരം CCയുടെ ഒപ്പം നിങ്ങളും ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എന്ന ഈ പരീക്ഷ നമ്മളോടൊപ്പം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുക. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.